ഹലോ! നമ്മള് 17th ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. 17th ചാപ്റ്ററിന്റെ പേരാണ് ബർസാത്ത് ഓർ മേണ്ടക്. ബർസാത്ത് എന്ന് പറഞ്ഞാൽ റെയിൻ, മേണ്ടക് എന്ന് പറഞ്ഞാൽ തവള. മഴയും തവളയും. എന്തായിരിക്കും മഴയും തവളയും തമ്മിലുള്ള ഒരു ബന്ധം? അത് ഈ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോറിയിലേക്ക് പോവാം. सोमारू और कमली जंगल घूमने गए. സോമാരു ഓർ കമലി രണ്ട് കുട്ടികളാണല്ലേ ഈ ചിത്രത്തിൽ കാണുന്നില്ലേ? ഇവർ രണ്ടുപേരും കൂടി ജംഗൽ എന്ന് പറഞ്ഞാൽ കാട്, കാട്ടിലേക്ക് കറങ്ങാൻ പോയതാണ്. घूमने गए. लौटने समय उन्हें जोर की भूख लगी. കാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് they were very hungry. അവർക്ക് ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി. ഉന്നെ ഏക് ഗായ് ദിക്കി. അവര് കാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി അവിടെ ഒരു പശുവിനെ കണ്ടു. ഗായ് എന്ന് പറഞ്ഞ പശുവിനെ. ദേശോ അ കൗ. കമലിനെ ഗായ് സേ കഹ. കമലി ഗായിനോട് പറഞ്ഞു, ജറാ സ ദൂദ് ദേ ദോ തോ ഭൂഖ് മിടേ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് പശു, നീ കുറച്ച് പാല് തരുമോ? ദൂത് എന്ന് പറഞ്ഞാൽ പാല്. തോ ഭൂഖ് മിട്ടേ, ഞങ്ങളുടെ വിശപ്പ് മാറുമായിരുന്നു. ഭൂഖ് വിശപ്പ്. അപ്പോ നീ ഞങ്ങൾക്ക് കുറച്ച് പാല് തന്നാൽ ഞങ്ങളുടെ വിശപ്പ് മാറും. ഗായ് ബോലി, മേരെ ഖാനെ കോ ഘാസി നഹി ഹേ. അപ്പൊ ഗായ് എന്താ പറയുന്നത്? ഐ ഡോണ്ട് ഈവൻ ഹാവ് ഗ്രാസ് ടു ഈറ്റ്. എനിക്ക് കഴിക്കാൻ പുല്ല് പോലും ഇല്ല. മുझे ഹരി ഹരി ഘാസ് ഖിലാവോ തോ മേ ദൂദ് ദൂ. എനിക്ക് നിങ്ങൾ കുറച്ച് പച്ച പുല്ല് കൊണ്ടു തന്നാൽ, ഘാസ് എന്ന് പറഞ്ഞാൽ പുല്ല്, ഖിലാവോ പച്ച പുല്ല് നിങ്ങൾ എനിക്ക് കഴിക്കാൻ കൊണ്ടു തന്നാൽ നിങ്ങൾക്ക് ഞാൻ പാല് തരാം. ഇഫ് യു ഫീഡ് മീ ഫ്രഷ് ഗ്രീൻ ഗ്രാസ് then I will give you milk. കമലി ഓർ സൊമാരു ചലേ ഘാസ് ലാനെ. പാവം പശു, പശുവിന് പുല്ല് പോലും ഇല്ലാണ്ട് വിശന്നിരിക്കുകയല്ലേ. അപ്പൊ പശുവിന് പുല്ല് കൊടുത്ത് പശുവിന്റെ വിശപ്പ് മാറ്റിയാലേ അവർക്ക് പശു പാല് കൊടുക്കുള്ളൂ. കമലിയും സോമാരുവും പുല്ല് തേടി പോയി. पर घास तो सूख कर पीली हो गई थी. ഘാസ് പുല്ലൊക്കെ സൂഖ് കർ ഉണങ്ങി, പീലി ഹോ ഗയി ഥി യെല്ലോ ആയി പോയിട്ടുണ്ടായിരുന്നു. അവര് പുല്ല് നോക്കിപ്പോയപ്പോ പുല്ലൊക്കെ ഉണങ്ങി മഞ്ഞ കളറായിട്ട് ഇരിക്കുകയാണ്. ഘാസ് നെ കഹ മുझे പാനി ദോ തോ മേ ഖാനെ ലായക് ബനൂ. നിങ്ങള് എനിക്ക് വെള്ളം കൊണ്ടുതാ, എന്നാലേ എന്നെ കഴിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇത് പച്ചപ്പുല്ലൊന്നും അല്ല, ആകെ ഉണങ്ങി വരണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് വെള്ളം കൊണ്ടു തന്നാൽ മാത്രമേ എന്നെ കഴിക്കാൻ കൊള്ളുള്ളൂ എന്ന് പുല്ല് പറഞ്ഞു. കമലി ഓർ സോമാരു ചലെ പാനി ലാനെ पर നദി तो सूखी हुई पड़ी थी. So Kamali and Somaru went to fetch water, but the river had dried up. There was no water in the river. അവര് വെള്ളം എടുക്കാൻ വേണ്ടി നദിയിൽ പോയി കഴിഞ്ഞപ്പോഴോ നദിയൊക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ്, ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. നദീനെ കഹ, നദി എന്താ പറഞ്ഞത്? ബർസാത്ത് ഹോത്തോ മുझे പാനി മിലേ. ബർസാത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു മഴ, മഴയുണ്ടെങ്കിലല്ലേ എനിക്ക് വെള്ളം കിട്ടുള്ളൂ. അപ്പൊ മഴ പെയ്തിട്ട് കാലങ്ങളായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് നദിയൊക്കെ വറ്റി വരണ്ട് കിടക്കുന്നത്. കമലി ഓർ സോമാരു ചലെ ബാദൽ ലാനെ. മഴ പെയ്യണമെങ്കിൽ എന്ത് വേണം? ക്ലൗഡ്സ് വേണം. ക്ലൗഡ്സ്, ബാദൽ. ഇപ്പോ കമലിയും സോമരുവും എവിടെയാ പോയിരിക്കുന്നത്? ടു ബ്രിങ് ക്ലൗഡ്സ്. पर बादल तो बिन बरसे ढंके दे. അപ്പോ ബിൻ ബർസേ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാതെ. ബാദൽ ആകാശത്ത് നിറയുണ്ട്, പക്ഷെ അവര് മഴയൊന്നും പെയ്യാതെ വെറുതെ ആകാശത്ത് അങ്ങനെ കറങ്ങി നടക്കുകയാണ്. They were hanging in the sky without raining. बादल ने बोले मेंढक ट्र ट्र बोलने तब तो हम बरसे. ക്ലൗഡ്സ് പറയാണ്, ഞങ്ങൾ എങ്ങനെയാ മഴ പെയ്യാ? ഫ്രോഗ്സ് ഒന്നും ട്രിന്ന് ശബ്ദം ഉണ്ടാക്കുന്നില്ലല്ലോ. അവര് അങ്ങനെ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മഴ പെയ്യിക്കാൻ പറ്റുള്ളൂ.
കമലി और സോമാരു ചലെ മേണ്ടക് के पास. കമലിയും സോമാരുവും മേണ്ടക്കിന്റെ അടുത്തേക്ക് പോയി. മേണ്ടക് बोले हम बाहर निकलते हैं तो बच्चे हमें पत्थर मारते हैं. ഇപ്പൊ തവള പറയാണ്, ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞ അപ്പം കുട്ടികളെല്ലാരും ഞങ്ങളെ കല്ലെടുത്ത് എറിയാണ്. ഞങ്ങളെ കല്ല്, പത്തർ എന്ന് പറഞ്ഞ കല്ല്, അവര് ഞങ്ങളെ കല്ലെറിയുകയാണ്, പുറത്തിറങ്ങാനേ പറ്റുന്നില്ല. ദോനോം ബോലെ, അപ്പൊ രണ്ടുപേരും പറഞ്ഞു, ജോ ഹുവാ ഉസ്കെ ലിയേ മാഫ് കരോ. ഇങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. അബ് സെ തുമേ കോയി പത്തർ നഹി മാരേഗ. ഇനി മുതൽ നിന്നെ ആരും കല്ലെറിയുകയില്ല. മേണ്ടക് മാൻ ഗയേ ഓർ ട്രൻ ട്രൻ കർനെ ലഗേ. Frogs agreed and started croaking. Trrr, trrr എന്ന് കരയാൻ തുടങ്ങി. ട്ര ട്ര സുൻകർ ബാദൽ ആയേ ഓർ ജൂം കർ ബർസേ. അപ്പോ തവളകളുടെ ട്ര ട്ര കേട്ട് കഴിഞ്ഞപ്പോ ബാദൽ വന്നു. ക്ലൗഡ്സ് പെട്ടെന്ന് വന്നിട്ട് നല്ല ശക്തിയായി മഴ പെയ്യാൻ തുടങ്ങി. ജൂം കർ ബർസേ. നദിമേ പാനി ബഹനെ ലഗാ. നദിയിലൊക്കെ വെള്ളം നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. The river started flowing again. कमली और सोमारू ने नदी से पानी लाकर घास को दिया. കമലിയും സോമാരുവും നദിയിൽ നിന്ന് പാനി കൊണ്ടുവന്ന് ഘാസ് അതായത് പുല്ലിന് കൊടുത്തു. So they bought water from the river and gave it to the grass. ഘാസ് ഹരി ഹോ ഗയി. ഗ്രാസ് വീണ്ടും പച്ചയായി. It turned to green. ദോനോ ഘാസ് ലേക്കർ ഗായ് കെ പാസ് ഗേ. അവിടെ നിന്നിട്ട് അവര് പുല്ലെടുത്തിട്ട് പശുവിന്റെ അടുത്തേക്ക് കൊണ്ടുകൊടുത്തു. ഗായിനെ ഘാസ് ഖാക്കർ ദൂദ് ദിയാ. ഗായ് വേഗം ആ ഗ്രാസ് ഒക്കെ കഴിച്ചു. The cow ate the grass and gave milk. कमली और सोमारू ने दूध पीकर अपने घर की राह ली. അങ്ങനെ അവര് നല്ല മധുരമുള്ള പാലും കുടിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് പോയി. They both drank milk and then headed home. ഹാപ്പി ആയിട്ട് പാലൊക്കെ കുടിച്ച് രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നത് കണ്ടോ? നമുക്ക് എക്സസൈസിലേക്ക് പോവാം. ബാത്ചീത് കേലിയേ. ബാത്ചീത് സംസാരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കാം. ആപ്കോ യേ കഹാനി കേസി ലഗി? നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു സ്റ്റോറി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. मेंढक सोमारू और कमली की बात क्यों मान गया? क्या आप होते तो मान जाते? മേണ്ടക് തവള സോമാരുവും കമലിയും പറഞ്ഞത് എന്തുകൊണ്ടാണ് അഗ്രി ചെയ്തത്? നീ പുറത്തിറങ്ങുന്ന സമയത്ത് നിന്റെ മേലേക്ക് ആരും കല്ലെറിയില്ലെന്നും നിന്നെ ഒരു രീതിയിലും ഉപദ്രവിക്കില്ലെന്നും കമലിയും സോമാരുവും അവന് പ്രോമിസ് ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് മേണ്ടക് അഗ്രി ചെയ്തത്. നിങ്ങളായിരുന്നെങ്കിൽ അഗ്രി ചെയ്യുമായിരുന്നോ? അത് ആലോചിച്ചിട്ട് ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം കേട്ടോ. കഹാനി സേ ലിയേ इन वाक्यों को पढ़िए. क्या आपने कभी किसी मित्र के साथ ऐसा कुछ किया है जिससे उन्हें चोट लगी हो या बुरा लगा हो? ബുക്കിൽ തന്നിരിക്കുന്ന ഈ സെന്റൻസ് ആദ്യം തന്നെ വായിക്കാം. നമുക്ക് വായിച്ചു നോക്കാം. मेंढक बोले हम बाहर निकलते ही तो बच्चे हमें पत्थर मारते हैं. അതെ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ മേണ്ടക് പറഞ്ഞു, ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ കുട്ടികൾ എന്റെ മേലേക്ക് കല്ലെടുത്ത് എറിയുന്നു. ദോനോം പോലെ ജോ ഹുവാ ഉസ്കെ ലിയേ മാഫ് കരോ. ഇതുവരെ സംഭവിച്ചതിനെല്ലാം ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. അബ് സെ തുമേ കോയി പത്തർ നഹീ മാരേഗ. ഇനി ഒരിക്കലും നിന്നാരും കല്ലെടുത്തെറിയില്ല. ഈ ഒരു സെന്റൻസ് വായിച്ചതിന് ശേഷം നിങ്ങൾ ഉത്തരം പറയേണ്ടത്, क्या आपने कभी किसी मित्र के साथ ऐसा कुछ किया है जिससे उन्हें चोट लगी हो या बुरा लगा हो? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ആരെടുത്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ? അത് കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവോ, അവർക്ക് മുറിവ് പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ അടുത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ശബ്ദോं का खेल. ढ ढ ढ
और द वाले शब्द बनाइए. फिर सभी शब्दों को जोर से पढ़िए. क्या ढ, ढ, ढ और द की ध्वनियां बोलने सुनने में अलग लगती है? അതായത് ഈ അക്ഷരങ്ങൾ ദ, ഡ, ഢ ഓർ ദ ഇതൊക്കെ കാണുന്ന സമയത്ത് ശബ്ദം കേൾക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒരേപോലെയൊക്കെയാണ്. പക്ഷെ ഓരോന്നും ഓരോ അക്ഷരങ്ങളാണ്. അപ്പൊ ഇത് ഉപയോഗിച്ച് നിങ്ങൾ കുറച്ച് വേർഡ്സ് എഴുതണം. എന്നിട്ട് ആ വേർഡ്സിനെ ഉറക്കെ വായിച്ചു നോക്കണം. എന്നിട്ട് അവരുടെ ശബ്ദങ്ങൾ തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ഢ വാലെ ശബ്ദ്. ഒരു ശബ്ദം അവിടെ കൊടുത്തിട്ടുണ്ട്, മേണ്ഡക്. ഢ, മേണ്ഡക്. അതേപോലെ കുറച്ച് വേർഡ്സും കൂടി നോക്കിയാലോ. ഢോൽ, ഢക്കൻ, ഢോലക്, ഢ. അപ്പോ ഢോൽ, ഢോലക് എന്നൊക്കെ പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഡ്രം ആണ്. ഡക്കൻ എന്ന് പറഞ്ഞ ലിഡ്, മൂടി. അതിനുശേഷം ഡ, ഡ വെച്ചിട്ട് കുറച്ച് വേർഡ്സ് എഴുതി നോക്കാം. ഡമരു എന്ന് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡാൽ, ഡാക്, ഡർ. ഡാൽ എന്ന് പറഞ്ഞാൽ മരത്തിന്റെ ചില്ല, ഡാക്ക് എന്ന് പറഞ്ഞാൽ മേൽ, ഡർ എന്ന് പറഞ്ഞാൽ പേടി. അപ്പോ ആദ്യത്തെ വേർഡ്സും ഈ വേർഡ്സും വായിച്ചു നോക്കൂ. അതിന്റെ ശബ്ദങ്ങൾ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ എന്ന് നോക്കാം. അടുത്തത് ഡ വാലെ ശബ്ദ്. ഗഡി, ഡി. അതുപോലെ ബഡ, വലുത്, കടക്, സ്ട്രോങ്, ഗോഡ, ഹോഴ്സ്. ഡ വന്നില്ലേ? അപ്പോ ഈ വാക്കുകളും മറ്റേ വാക്കുകളുടെ കൂടെ വായിച്ചു നോക്കുക. ലാസ്റ്റ് ദ. മറ്റു വാക്കുകളിൽ നിന്നും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ? അതൊക്കെ ഡ ആയിരുന്നു, ഇത് ദ ആണ്. ദ വാലെ ശബ്ദ്. ബാദാം. അതുപോലെ ദർവാസ, ദിൻ, ദിശ. ദർവാസ എന്ന് പറഞ്ഞ ഡോർ, ദിൻ എന്ന് പറഞ്ഞ ഡേ, ദിശ എന്ന് പറഞ്ഞ ഡയറക്ഷൻ. കമലി और सोमारू ने घर जाकर क्या किया होगा? കമലിയും സോമാരുവും വീട്ടിൽ ചെന്നിട്ട് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ചിത്ര ബനായിയേ और कहानी को आगे बढ़ाइए. അതിന്റെ ചിത്രങ്ങൾ ഇവിടെ നിങ്ങൾ സ്വന്തമായിട്ട് വരയ്ക്കണം. എന്തൊക്കെയായിരിക്കും അവർ വീട്ടിൽ പോയി ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് സ്റ്റോറിയിൽ ആഡ് ചെയ്യാം. എന്തൊക്കെ എഴുതാം? ഞാനിവിടെ കുറച്ച് പോയിന്റ്സ് തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുക്കാം. ഇല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള വേർഡ്സിലും എഴുതണം. കമലി और सोमारू ने घर पहुंचकर दूध से चाय बनाई. കുറേ പാൽ അവര് കുടിച്ചില്ലേ? ബാക്കിയുള്ള പാല് കൊണ്ട് അവര് വീട്ടിൽ പോയിട്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പരിവാറിനെ മിൽക്കർ ചായ പി. വീട്ടിലെ എല്ലാരും കൂടിയിരുന്ന് ചായ കുടിച്ചു. ഉനോനെ ആജ് ജോ കുച്ച് ഭി ഹുവാ അപ്നെ പരിവാർ കോ ബതായ. ഇന്ന് എന്തൊക്കെ സംഭവങ്ങളാണോ സംഭവിച്ചത് അതൊക്കെ അവരവരുടെ ഫാമിലിയോട് പറഞ്ഞു. ഉനോനെ ബഗീച്ചേ മേ പൗധേ കോ പാനി ദിയാ. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവര് ബഗീച്ചയിൽ, തോട്ടത്തില് ചെടികളൊക്കെ നനച്ചു. വേ അപ്നെ ഘർ കെ പാസ് അപ്നെ ദോസ്തോ കെ സാത്ത് ഖേലേ. അതിനുശേഷം അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ വീട്ടിന്റെ അടുത്ത് നിന്ന് കുറേ സമയം കളിച്ചു. ഓസ്കെ ബാദ് വേ സോനെ ചലേഗേ. അതിനൊക്കെ ശേഷം രാത്രിയായപ്പോൾ അവര് ഉറങ്ങാൻ പോയി. അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഇതിൽ നിന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് എടുക്കുകയും ചെയ്യാം. ആനന്ദ്മയി കവിത. ഉഠോ ഉഠോ. ഇതൊരു നല്ല കവിതയാണ്. ഇതിന്റെ മീനിങ് ഒന്നും കൂടുതൽ അറിയണമെന്നില്ല. ഈ കവിത നിങ്ങളൊന്ന് പഠിച്ച് ഈണത്തിൽ പാടിയാൽ മതി കേട്ടോ. എന്നാലും നമുക്ക് നോക്കാം. പത്തേ ഡോലി ചിടിയാ ബോലി ഹുവാ സവേര ഉഠോ ഉഠോ. നേരം പുലർന്നു വരുന്നേ ഉള്ളൂ. ചെടികളും ഇലകളും ഒക്കെ കാറ്റിലാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷികളൊക്കെ രാവിലെ തന്നെ പാട്ടുകൾ പാടുന്നു. പക്ഷികളുടെ പാട്ട് എങ്ങനെയാണ്? രാവിലെയായി, സവേര ഹുവാ, ഉഠോ ഉഠോ, എല്ലാരും എണീക്കൂ. നമ്മൾ രാവിലെ തന്നെ എണീക്കുന്ന സമയത്ത് ദൂരെ പക്ഷികളുടെ ശബ്ദമൊക്കെ കേൾക്കാറില്ലേ? അപ്പൊ പക്ഷികൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരോടും രാവിലെയായി, എണീക്കൂ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഛായി ലാലി ആഹാ നിരാലി മിഠാ അന്തേര ഉഠോ ഉഠോ. സൂര്യൻ ഉദിച്ചു വരികയാണ്. വാവ്, കണ്ടോ? അപ്പൊ രാവിലെയായി, സൂര്യൻ ഉദിച്ചുകൊണ്ട് വരികയാണ്. ഇരുട്ടെല്ലാം പോയി. മിഠാ അന്തേര. സൂര്യന്റെ പ്രകാശം വരുമ്പോ ഇരുട്ടൊക്കെ ദൂരെ മാറും.
ഉഠോ ഉഠോ എല്ലാരും എണീക്കൂ. आलस त्यागो प्यारे जागो ആംഖേം ഖോലോ ഉഠോ ഉഠോ. ഒരു കുട്ടി കിടന്നുറങ്ങുന്നത് കണ്ടോ? അപ്പൊ കുട്ടിയടുത്ത് എന്താ പറയുന്നത്? ആ മടിയൊക്കെ മാറ്റി വെച്ച് നന്നായി ഉണർന്നെണീക്കൂ. കണ്ണൊക്കെ തുറന്നിട്ട് എണീച്ചു വരൂ. ദേഖോ ഝാക്കി ഭാരത് മാ കി ജയ് ജയ് ബോലോ ഉഡോ ഉഡോ. എണീച്ചു വന്നിട്ട് പെട്ടെന്ന് നോക്കൂ, ഭാരത് മാതാവിന് ജയ് ജയ് പറയൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ മീനിങ് 1 by 1 പഠിക്കണം എന്നില്ല. പക്ഷെ നിങ്ങൾ ഈ കവിത നന്നായിട്ട് പഠിച്ച് ഈണത്തിൽ ചൊല്ലണം. ഓക്കെ? അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായി ഞാൻ പെട്ടെന്ന് വരാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിലോ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുക്കാം. നമുക്ക് അടുത്ത വീഡിയോ മുതൽ അതെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് പോവാം. അപ്പൊ അടുത്ത ചാപ്റ്ററുമായിട്ട് വരുന്നവരെ ബൈ.